ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വേർഡാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഞാനും ഇന്ന് അതിനെപ്പറ്റി തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് മാനിഫെസ്റ്റേഷൻ റിയലി വർക്ക്സ്. എനിക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം അങ്ങനെ മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജസ്റ്റ് ബിലീവ് ഇറ്റ്, ദി യൂണിവേഴ്സ് വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ളത്. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടോ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ മാത്രം യൂണിവേഴ്സ് നമുക്ക് എല്ലാം കൊണ്ട് തരും എന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി വന്ന് ചേരും. അത് മറ്റൊരു സത്യം. പക്ഷേ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. ആദ്യം നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്താണെന്നുള്ളത് സിമ്പിളായിട്ടൊന്ന് നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്ന് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് നമുക്ക് നടന്നു എന്ന് ഫീലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സംഭവ്യമാക്കുക എന്നുള്ളതാണ്. അതാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് കേൾക്കാൻ നല്ല മോട്ടിവേറ്റിംഗ് ഐഡിയ ആണ് അല്ലേ, സത്യം പറഞ്ഞാൽ. ഡസ് ഇറ്റ് റിയലി വർക്ക്സ്? എനിക്കറിയത്തില്ല ഇതെന്താ ഇത് റിയലി വർക്ക്സ് ആവും എന്നുള്ളത്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്താൽ വർക്കാവും, അത് ഉറപ്പാണ്. ഇതുവരെയുള്ള പഠനങ്ങൾ പറയുന്നത് ഇതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഒന്നുമില്ല. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം ഒന്നും നടക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മുടെ ഫോക്കസ് കൂടും, നമ്മൾ മോട്ടിവേറ്റഡ് ആവും, നമ്മുടെ സ്കിൽസ് കൂടും, പോസിറ്റീവ് തിങ്കിങ് ആവും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് സത്യമാണ് കേട്ടോ. പക്ഷേ വിഷ്വലൈസേഷൻ, പോസിറ്റീവ് തിങ്കിങ്, ഗോൾ സെറ്റിംഗ് അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ ഈ മാനിഫെസ്റ്റേഷനിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതൊരു നല്ല കാര്യമായിട്ട് തന്നെ എടുക്കാം കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. ബട്ട് വേറൊരു കണ്ടീഷൻ ഉണ്ട്, വിതൗട്ട് ആക്ഷൻ നത്തിങ് ചേഞ്ചസ് എന്നാണ്. നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നും മാറാൻ പോകുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് പലർക്കും വർക്കായി? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ടില്ലേ, യൂട്യൂബേഴ്സൊക്കെ ഞാൻ ഇന്ന വർഷം മാനിഫെസ്റ്റ് ചെയ്തത് എനിക്ക് 2026 കിട്ടി എന്നുള്ളതൊക്കെ. അപ്പോൾ അതെന്തുകൊണ്ടാണ് പലർക്കും ഇത് വർക്കായി തോന്നുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇമാജിൻ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ഗോൾ. സോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം ഈ ജോലിക്ക് വേണ്ടിയിട്ട് കഠിന പ്രയത്നമാണ് ചെയ്യുന്നത്. PSCക്ക് പഠിക്കുന്നു, അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലിയാണല്ലോ വേണ്ടത്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന അയാൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് PSCക്ക് വേണ്ടിയിട്ട് പഠിച്ച് അദ്ദേഹം PSC എക്സാം എഴുതി, അദ്ദേഹം റാങ്ക് ലിസ്റ്റിൽ വന്ന് അദ്ദേഹത്തിന് ജോലിയും കിട്ടുന്നു. സോ അദ്ദേഹം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എനിക്കൊരു ജോലി വേണം എന്നും പറഞ്ഞിരുന്നിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടുകയല്ല, അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തതും കൂടെ കൊണ്ടാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. സോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഇമാജിൻ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ഹാർഡ് അല്ലേ. അപ്പോൾ പറയും മാനിഫെസ്റ്റേഷൻ വർക്ക്, എനിക്ക് ജോലി കിട്ടി എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റേഷനാണോ വർക്കായത്, അതോ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കാണോ? മാനിഫെസ്റ്റേഷൻ നല്ലൊരു മോട്ടിവേഷണൽ ടൂളാണ്. പക്ഷേ ചിലരുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഡെയിലി ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, എനിക്ക് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കത്തതേ ഉള്ളൂ, അവർക്ക് ജോലി കിട്ടത്തില്ല. അവരിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും, ഹാർഡ് വർക്ക് ചെയ്യത്തില്ല, ഡെയിലി ഇത് മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിക്കും. അത് അങ്ങനെയല്ല, ദാറ്റ് ഇസ് നോട്ട് എ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷനും ഹാർഡ് വർക്ക് കൂടി ചേർന്നതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് റിയലി. ബിക്കോസ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ മാത്രം കൊണ്ടല്ല, അത് എക്സിക്യൂഷനും കൂടെ കൊണ്ടാണ്. നമ്മളത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നും കൂടെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ആവുന്നത്. സോ ഇനി എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മാനിഫെസ്റ്റേഷനിലല്ല വിശ്വസിക്കുന്നത്, ജസ്റ്റ് ഹാർഡ് വർക്കിലാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണേ. ബിക്കോസ് മാനിഫെസ്റ്റേഷൻ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു തോട്ടാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ബട്ട് നെവർ പ്ലീസ് ആക്ഷൻ ബൈ മാനിഫെസ്റ്റേഷൻ എന്നാണ്. നമുക്ക് നമ്മുടെ പ്രവൃത്തിയെ മാനിഫെസ്റ്റേഷൻ കൊണ്ട് പകരം വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയത്തുള്ളൂ.
എന്താന്ന് ബിക്കോസ് സക്സസ് ലവ്സ് ഹാർഡ് വർക്ക്, നോട്ട് ജസ്റ്റ് പോസിറ്റീവ് തോട്ട്സ് എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പം നമ്മളീ പോസിറ്റീവ് തോട്ടും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല. ജസ്റ്റ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് മാത്രമാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ മനസ്സിൽ ഹീറോ എപ്പോഴും ഹാർഡ് വർക്ക് തന്നെയാണ്, മാനിഫെസ്റ്റേഷൻ അല്ല. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യാം, നമുക്ക് നമ്മളെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണല്ലോ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.